കതിരിൽ വളം വയ്ക്കുന്ന പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെന്ന് പറയുന്നവരുടെ പണിയെന്ന് പറഞ്ഞാൽ പ്രേമക്കത്ത് പിടിക്കുന്നവർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കഷ്ടമാണ്. അവരെ മോണിറ്റർ ചെയ്യുന്നവരാണ് അവർ. ഇതൊന്നുമല്ല സംഭവിക്കേണ്ടത്. ക്ലാസ് റൂമിൽ നടക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ഇരുന്ന് പറയുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടോ നീ ഒരു 20 വർഷം മുമ്പ് അത് അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതം മാറിയായി പോയേനെ. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? വളരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കി ആണായാലും പെണ്ണായാലും ആണും പെണ്ണും അല്ലാത്തവരും ഒക്കെ എങ്ങനെയാണ് മാറുന്നതെന്നുള്ളതും ഇണകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഇതൊക്കെയാണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ പെടാതെ നിങ്ങൾക്കൊരു വീട്ടിൽ ജനിക്കാനൊക്കത്തില്ല. ദൈവവിശ്വാസം എന്ന് പറയുന്നത് പഴയ കാലത്തെ രാജാക്കന്മാർക്ക് ആവശ്യമുള്ള ഒരു വിശ്വാസമാണ് അത്. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, ദൈവത്തിൻ്റെ അവതാരമാണ് ഞാൻ, ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ നിയന്ത്രിച്ച് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആശയമാണത്. തിരുവിതാംകൂർ കോന്തന്മാർ ദാസനാണെന്ന് പറയുന്നിടത്ത് എത്തുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. അശോകനാണ് മതം ഉണ്ടാക്കിയത്. അയാൾക്ക് രാജ്യത്തുള്ള ആൾക്കാരെ ഭരിക്കാൻ അത് കൊള്ളാവുന്ന ഒരു സാധനമാണെന്ന് കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകളെ പ്രജകളാക്കി അടിമകളാക്കി അനുസരണയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങളാണ് ഈ മതത്തിനകത്ത് പഠിപ്പിക്കുന്നത്. നമസ്കരിക്കണം നിസ്കരിക്കാനാണ് പഠിപ്പിക്കുന്നത്. കീഴ്വഴങ്ങി നിൽക്കാനാണ്, തിരുവായ്ക്ക് എതിർവായില്ലാതെ നിൽക്കാനാണ്. പൗരരെന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് പോകുന്നതെന്നും നമുക്ക് വേണ്ടിയാണ് കളക്റ്റീവായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് വന്ന കാരണം കൊണ്ട് ഇനി ഇങ്ങനത്തെ ഇലക്ഷൻ പോലും സത്യത്തിൽ ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയ ചർച്ചകളെ കൊണ്ട് ഇപ്പോൾ മൈത്രേനെ തന്നെ കേൾക്കുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ സയന്റിഫിക് ടെമ്പറിനെ പറ്റിയിട്ടും ദൈവം, പ്രപഞ്ചം, ദൈവവിശ്വാസം അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇപ്പോൾ ഏത്തിസ്റ്റായും സെക്കുലറായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് ആളുകളെ അല്ല, സയന്റിഫിക് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും പ്രപഞ്ചത്തിനെ പറ്റി മനസ്സിലാക്കാനും ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണെന്നുള്ളതും അതിനെ നമ്മുടെ ഒരു നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ മരണം വരെയും കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല എന്നൊക്കെ ആക്കാനും അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ കേസസുകൾ ആളുകൾ വന്ന് പറയാറുണ്ടോ? ഉണ്ട്. ആ. ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഒരു 5-6 പേരെങ്കിലും വന്ന് നിങ്ങൾ പറയുന്ന കാരണം കൊണ്ട് പലതും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ. ഇത് കതിരിൽ വളം വയ്ക്കുന്ന പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എന്താ ഇപ്പൊ മൈത്രേയൻ കാണുന്ന ക്ലാസ് റൂമിലാണ് ഇത് നടക്കേണ്ടത്. ഏ? ക്ലാസ് റൂമിൽ നടക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ഇരുന്ന് പറയുന്നത്. കതിരിൽ വളം വയ്ക്കുന്നതാണ്. ആ ലെവലിൽ പ്രയോജനരഹിതമാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടോ നീ ഒരു 20 വർഷം മുമ്പ് അത് അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതം മാറിയായി പോയേനെ എന്ന് പറയുന്നിടത്താണ് സത്യത്തിൽ ആൾക്കാർ പറയുന്നത്. നേരത്തെ പറയരുതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാസ് റൂമിനകത്ത് ഒന്നിച്ചിരുത്തി വളർത്തേണ്ട ആൾക്കാരെ ആണും പെണ്ണും ആക്കി തരംതിരിച്ച് അപ്പത്തൊട്ട് നടത്തുന്ന ഈ അധ്യാപകരെന്ന് പറയുന്നവരുടെ പണിയെന്ന് പറഞ്ഞാൽ പ്രേമക്കത്ത് പിടിക്കുന്നവർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കഷ്ടമാണ്. അവരെ മോണിറ്റർ ചെയ്യുന്നവരാണ് അവർ. ഇതൊന്നുമല്ല സംഭവിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? വളരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കി ആണായാലും പെണ്ണായാലും ആണും പെണ്ണും അല്ലാത്തവരും ഒക്കെ എങ്ങനെയാണ് മാറുന്നതെന്നുള്ളതും ഇണകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഇതൊക്കെയാണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണത്. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ മൈത്രേയൻ എല്ലാ ദിവസവും രാവിലെ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും. ഒരു ടീച്ചർ സ്പെസിഫിക്കലി നമ്മളെല്ലാവരും എഴുന്നേൽപ്പിച്ച് നിന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലേക്ക് ദൈവവിശ്വാസം കൊണ്ട് ഫോഴ്സ്ഡ് ആയിട്ട് വെക്കുകയാണല്ലോ തലയിൽ. ഇത് മാറിയിട്ട് സ്കൂളുകളിൽ കാര്യങ്ങളെ സയന്റിഫിക് ടെമ്പറോട് കൂടി സമീപിക്കണം വെറുതെ എന്നുള്ള രീതിയിൽ. ഭരണഘടനയാണ് ആദ്യം വായിക്കേണ്ടത്. ഉം. അതിനകത്തു നിന്നാണ് വായിക്കേണ്ടത്. ഇത് ഞാൻ തുല്യമായി പെരുമാറാനാണ് പഠിപ്പിക്കേണ്ടത്. കാരണം എല്ലാ വീട്ടിനകത്തും ജാതി സമൂഹങ്ങളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ പെടാതെ നിങ്ങൾക്കൊരു വീട്ടിൽ ജനിക്കാനൊക്കത്തില്ല. അവരെ ഒരു ക്ലാസ് റൂമിൽ കിട്ടുമ്പം അവരെ ഒരുമിച്ച് മനുഷ്യരാക്കി മാറ്റിക്കൊണ്ടും പൗരരായി മാറ്റിക്കൊണ്ടും സിവിലൈസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനപൂർവ്വം പെരുമാറുന്നവരായിട്ട് പഠിപ്പിക്കുന്ന ഇടമാണ് സ്കൂള്. അവിടെ ജോലിക്കാരെ ഉണ്ടാക്കുന്നതായിട്ടാണ് ഇന്നും അത് നിൽക്കുന്നത്. അത് ബ്രിട്ടീഷുകാർ തുടങ്ങിയ സ്കൂൾ അങ്ങനെയായിരുന്നു. അവർക്ക് ഇന്ത്യക്കാരെ ഭരിക്കാൻ കുറേ ജോലിക്കാരെ വേണ്ടി അതിനാണ് അവർ സ്കൂൾ തുടങ്ങിയത്. അതെ അതെ അതെ. അത് നമ്മൾ മാറ്റേണ്ടതാണ്. ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ക്ലാസ് റൂമിനകത്തുനിന്ന് നിരന്തരമായിട്ട് ഈ പൗരബോധം ഇല്ലാത്ത രാജകീയമായ ആൾക്കാരായും പ്രിൻസസ്സും ആകാൻ വേണ്ടി ആകായിക്കൊണ്ട് നേതാക്കന്മാരാകാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ എല്ലാം ചവിട്ടി പുറത്താക്കുന്നവർ അറിവ് പങ്കുവെക്കരുതെന്ന് പഠിപ്പിക്കുന്ന പരീക്ഷകളിനകത്ത് ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പൗരരാകും? എവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം? ദൈവവിശ്വാസം പഠിപ്പിക്കേണ്ട സ്ഥലമല്ല സ്കൂൾ. ദൈവവിശ്വാസം എന്ന് പറയുന്നത് പഴയ കാലത്തെ രാജാക്കന്മാർക്ക് ആവശ്യമുള്ള ഒരു വിശ്വാസമാണ് അത്. ആ. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, ദൈവത്തിൻ്റെ അവതാരമാണ് ഞാൻ, ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്
ബാക്കിയുള്ളവരെ മുഴുവൻ നിയന്ത്രിച്ച് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആശയമാണത്. അതാണ് ഈ ദൈവങ്ങൾക്കൊക്കെ രാജാവിന്റെ രൂപം. അത് തന്നെ ദൈവം എന്ന് പറയുന്നതിന്റെ പ്രതിനിധി, ദൈവം എന്ന് പറയുന്നവന്റെ പ്രവാചകൻ, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ കീഴിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ പ്രതിനിധിയാണ് ഞാനെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാമനൊക്കെ അവതാരമാകുന്നത്. ഉം. അവതരിച്ച് നിൽക്കാൻ പിന്നെ പിൽക്കാലത്ത് സംശയമായതുകൊണ്ടാണ് ഇവിടുത്തെ എന്താണ് തിരുവിതാംകൂർ കോന്തന്മാര് എന്താണ് ദാസനാണെന്ന് പറയുന്നിടത്ത് എത്തുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് ഇത് മാറി? ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഓരോ നാട്ടിനകത്ത് ഈ മതം എന്തിനുണ്ടായി? ഇത് ആരുണ്ടാക്കി? ബുദ്ധൻ മതം ഉണ്ടാക്കിയിട്ടില്ലെന്നറിയണം. ഉം. അശോകനാണ് മതം ഉണ്ടാക്കിയത്. അയാൾക്ക് രാജ്യത്തുള്ള ആൾക്കാരെ ഭരിക്കാൻ അത് കൊള്ളാവുന്ന ഒരു സാധനമാണെന്ന് കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റന്റൈനാണ് ക്രിസ്തു മതം ഉണ്ടാക്കിയെന്ന് അറിയേണ്ടതുണ്ട്. അല്ല ക്രിസ്തു എന്ന് പറയുന്ന ആളുണ്ടെന്ന് പോലും നമുക്ക് ഒരു തെളിവുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. മുഹമ്മദിന്റെ കാര്യം വരുമ്പോൾ ഭരണാധികാരി തന്നെ അയാളാണ്. ഉം. അതുകൊണ്ടാണ് കാലിഫേറ്റ് ഉണ്ടാകുന്നത്. അയാളുടെ തുടർച്ചയുള്ളത്. അതുകൊണ്ട് രാജാക്കന്മാരുടെ ആശയങ്ങളാണ് ഈ മതങ്ങളായിട്ടുള്ളത്. അവർക്ക് ആളുകളെ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയതാണത്. ദൈവമായിരുന്നു പഴയ CCTV. അവിടെ ഇരുന്ന് എല്ലാം എഴുതുകയും പറയുകയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ആ. അത് മുകളിലിരുന്നത് പോരാതെ വന്നപ്പോഴാണ് ഉള്ളിലിരിക്കുന്നതെന്ന് പഠിപ്പിച്ചത്. നിന്റെ ഉള്ളിലോട്ടൊന്ന് നോക്ക്. കാരണം കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പിക്കുന്നതാണ് ഈ ഉള്ളിലിരിക്കുന്നത്. തത്വമസിയൊക്കെ. ആ. അല്ല, നിന്റെ ഉള്ളിലോട് ചോദിക്കാൻ പറയത്തില്ല. ആ, 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 മനസ്സാക്ഷി. ഓക്കേ, ഈ മനസ്സാക്ഷി, സാക്ഷിയൊക്കെ മനസ്സാക്ഷി. ആ. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന മൂല്യബോധമാണ് ഈ സാക്ഷിയായിട്ട് അകത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകളെ പ്രജകളാക്കി, അടിമകളാക്കി, അനുസരണയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങളാണ് ഈ മതത്തിനകത്ത് പഠിപ്പിക്കുന്നത്. നമസ്കരിക്കണം, നിസ്കരിക്കാനാണ് പഠിപ്പിക്കുന്നത്. കീഴ്വഴങ്ങി നിൽക്കാനാണ്. തിരുവായ്ക്ക് എതിർവായില്ലാതെ നിൽക്കാനാണ്. അതിനുവേണ്ടി അതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പൗരർ എന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് പോകുന്നതെന്നും നമുക്ക് വേണ്ടിയാണ് കളക്റ്റീവായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ ഇന്റർനെറ്റ് വന്ന കാരണം കൊണ്ട് ഇനി ഇങ്ങനത്തെ ഇലക്ഷൻ പോലും സത്യത്തിൽ ആവശ്യമില്ല. അത് വേറെ നേരവാരത്തിൽ അത് സംസാരിക്കേണ്ട. ഇപ്പം ഞാനത് ആ, വിശദീകരിക്കുന്നില്ല. ഓ. നമ്മൾ മനസ്സിലാക്കാനുള്ളത് സഹകരണത്തിന്റെ യുക്തികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്റർനെറ്റിന്റെ വരവെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോഴും ഇന്റർനെറ്റിൽ കുറച്ച് ഈ എല്ലാ വീഡിയോസിന് മുമ്പിലും ഈ ജ്യോത്സ്യവും അതുപോലെ ജ്യോതിഷ ശാസ്ത്രത്തിന് പറ്റിയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ സത്യം പറഞ്ഞാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ പിറകോട്ട് നടക്കാനല്ലേ അല്ല, ആളുകളെ. അത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ബ്ലോക്ക് വോട്ട് കിട്ടാനായിട്ട് പഴയ മതവിശ്വാസം ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതെല്ലാം നിൽക്കുന്നത്. ഉം. മറ്റേ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. പൗരരുണ്ടാകരുതെന്ന് കണ്ടെത്തിയവരാണ് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. കാരണം ഒരു വോട്ടിന് ജയിക്കണമെന്നുണ്ട് ഒരു വിഭാഗത്തിനെ കൊണ്ട് ഒന്നിച്ച് വോട്ട് ചെയ്യിക്കാനായിട്ട് ഏറ്റവും എളുപ്പം മതമാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ടോടെ നിൽക്കുന്ന മതവിശ്വാസമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് BJP ഒക്കെ ഉണ്ടാകുന്നത്. ഇലക്ഷൻ ജയിക്കാൻ എളുപ്പമാണെന്ന് കാണുന്നുണ്ട്. അല്ലാതെ അവർക്ക് ആർക്കെങ്കിലും വിശ്വാസമുള്ളവരാണ്. മോദി വലിയ വിശ്വാസിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ പോയി ക്ഷേത്രം ഉണ്ടാക്കി അയാൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും വിശ്വാസിയാണെങ്കിൽ മര്യാദയായിട്ട് ഇങ്ങനെ പെരുമാറുമോ? മറ്റുള്ളവരെ കൊല്ലുമോ? എല്ലാവരും ദൈവം ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്പെഷ്യലാണെന്ന് പറയുമോ? ഒന്നും ഇതിലൂടെ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ലേ അതൊക്കെ. അല്ലാതെ വേറെ യാതൊരു താല്പര്യവും അവർക്കില്ല. ഇപ്പൊ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിലേ ഒരാൾ ഏത്തിസ്റ്റ് ആവുക വേണ്ടത്, അത് വളരെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് അറിയാം. ഒരാൾ ഏത്തിസ്റ്റ് ആവുകയാണോ വേണ്ടത്, ഒരാൾ സെക്കുലർ ആവുകയാണോ വേണ്ടത്? ഏത്തിസ്റ്റും സെക്കുലറും എന്നുള്ള ചർച്ചയൊന്നും വേണ്ട. ലോകം എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് പഠിച്ച ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കിയ പരിണാമപരമായി എങ്ങനെയാണ് ജീവൻ രൂപപ്പെട്ടതെന്ന് പഠിപ്പിച്ചാൽ പോരെ. അല്ലാതെ നമ്മൾ ഏത്തിസ്റ്റ് ആണോ സെക്കുലർ ആണോ എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ അതൊക്കെ പഴഞ്ചനായ സങ്കല്പങ്ങളാണ്. ഒരാൾ നിരീശ്വരവാദിയാണെന്ന് പറയുന്നത്. ഇങ്ങനൊന്നും അല്ലാതെ പറയേണ്ടത്. ലോകം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, ഈ മേശ എങ്ങനെ ഉണ്ടാകുന്നത്, നമ്മളെങ്ങനെ രൂപപ്പെട്ട് വരുന്നതെന്ന് പഠിച്ചാൽ തന്നെ ബാക്കി ആരെങ്കിലും കുത്തിയിരുന്ന് ഉണ്ടാക്കുന്നതല്ലെന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ മൈത്രേയൻ നിരീശ്വരവാദി ആണോ എന്നൊക്കെ ചോദിച്ചാൽ മൈത്രേയൻ എന്താ മറുപടി? ഞാൻ അങ്ങനെ പറയാം. എനിക്ക് മനുഷ്യരുണ്ടാക്കിയ ദൈവമേ ഉള്ളതെന്ന് അറിയുന്ന ആളല്ലേ. പിന്നെ ഞാൻ എന്തിനാണ് നിരീശ്വരവാദിയാണെന്നൊക്കെ പറയുന്നത്? ഉള്ള സാധനത്തിനായിട്ട് ഇല്ലാത്തതാണെന്ന് പറയണം. ഇല്ലാത്തതാണെന്ന് എനിക്കറിഞ്ഞൂടെ? ഞാനിങ്ങനെ ഒരു വാദമുള്ള ആളല്ല. മൈത്രേയനായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ആളുകൾ നടത്തും. അപ്പൊ പലപ്പോഴും മൈത്രേയൻ ഒന്ന് കീഴ്പ്പെടുക, അല്ലെങ്കിൽ മൈത്രേയന്റെ തിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരിക. അപ്പൊ അത് ഭയങ്കര വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന രീതിയൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ മൈത്രേയന്റെ വായടപ്പിച്ച അവതാരകൻ അല്ലെങ്കിൽ അവതാരകൻ ക്യാപ്ഷൻ ഇടുന്നതല്ലാതെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈഗോ കൊണ്ടാ അത്? അല്ല, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും എനിക്ക് ഉത്തരം പറയാൻ പറ്റാതായി പോയി ഞാൻ ഇങ്ങനെ വിഷമിച്ചതായിട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല.
അവർ ഇഷ്ടം പോലെ അങ്ങനെ ഇടുന്നത്. ഞാനതെന്താ അങ്ങനെ ഇട്ടതെന്ന് ചോദിക്കാറില്ല. കാരണം ഞാനത് പാവം പിടിച്ചവർ ഇതെങ്ങനെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് അവരിടുന്നതെന്ന് അറിയുന്നത് കാരണം കൊണ്ട് ഞാനെന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? മാത്രമല്ല അവരുണ്ടാക്കുന്ന ആ വേദിയും അവരുണ്ടാക്കുന്ന ആ ഓഡിയൻസും ഒരു കാലത്ത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കത്തില്ല. ആ. എന്നിട്ട് എന്നെ ഓ. തോൽപ്പിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അവരെല്ലാവരും തോൽപ്പിച്ചോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാന് ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി ആ. ഇയാളുടെ അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്ന് ഇയാൾ പറയാറുണ്ടോ? ഇല്ല. ഏ? അല്ല, ഞാൻ നാളെ നോക്കിയിട്ട് പറയാമെന്ന് പറയാറുണ്ടോ? ഇല്ല. ആ സെർട്ടൻറ്റി എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും ഇയാൾക്ക് ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി പറയാനറിയുന്ന പോലെ പറയാനറിയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പിന്നെ എന്തിനാ ആ നിലവാരത്തിൽ ആരെങ്കിലും എന്നെ പറഞ്ഞു തോൽപ്പിക്കുമെന്ന് ആലോചിക്കേണ്ട കാര്യം എന്ത്? ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി പ്രമാണം നോക്കി വെച്ച് പറയാം എന്ന് പറയുമോ? ഇല്ല, പറയില്ല. അത്ര ലളിതമാടോ. അല്ലാതെ ഞാനിങ്ങനെ അത്ഭുതകൂറിയാണ്. പ്രപഞ്ചം അറിഞ്ഞു തീരാത്തതാണെന്ന് എനിക്കറിയാം. അത് വേറെ പക്ഷെ അതൊക്കെ നിലവാരത്തിൽ. ഭയങ്കര വലിയ വിജയങ്ങളായിട്ട് ഈ ട്രോള് അത് ഉണ്ടാക്കുന്ന അവർ ആളുകളൊക്കെ ചെയ്യുന്നതാ. ഈ ആഘോഷിക്കുന്ന കാണുമ്പോ സാധനം വിൽക്കണ്ടേ? അല്ല, അതിലൊന്നും ഒരു കഥയില്ല, അങ്ങനെയാണോ മനസ്സിലാക്കുക? ഞാനതെങ്ങനെ ഞാൻ ഒരു പയ്യനെ എനിക്ക് തോന്നുന്നു 5ഓ 6ഓ വർഷം മുമ്പ് എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് അവൻ ഇട്ട മുഴുവൻ ഇങ്ങനെയാണ്. ഇത് മൈത്രേയൻ രക്ഷയില്ലാതായി എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ അന്ന് തൊട്ട് ഞാനത് കാണുന്നതാണ്. അല്ല, ഞാൻ എപ്പോഴാണ് അനുഭവിച്ചിട്ടുള്ളത്? എനിക്ക് അനുഭവിച്ചതായിട്ട് അങ്ങനെ അനുഭവം ഇല്ല. വായടഞ്ഞ് ഇരുന്ന് പോകാനായിട്ട് എനിക്ക് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അവർക്ക് കൂവി തോൽപ്പിക്കുകയൊക്കെ ചെയ്യാവുള്ളൂ ആ. ആ. എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ പറ്റുന്നേ? ഇയാള് ഞാൻ പറഞ്ഞ തനിക്ക് അറിയുന്ന ഒരു കാര്യത്തിനകത്ത് ഇയാൾ വിശ്വസിക്കുന്നോണ്ടാണോ വീട്ടിലുള്ള വഴി അറിയുന്നേ? അല്ല, ആ, അതുള്ളത് കൊണ്ടാണ്. അതേ നമുക്ക് അറിയുന്ന കാര്യങ്ങള് ഞാൻ അറിയുന്ന കാര്യങ്ങളാ പറയുന്നേ. ഉം. എനിക്ക് തെറ്റ് പറ്റാമെന്ന സ്ഥലത്ത് ഞാൻ വ്യക്തിപരമായി തെറ്റ് പറ്റുന്നത് ഞാൻ മിസ്ഇൻഫർമേഷൻ കൊണ്ടുവരും. ഉം. കാരണം ഈ ആൾക്കാരെ എഴുതി അയക്കുന്നത് ഇത് ശരിയാണ്. ഇപ്പൊ ഈ ഹിന്ദു പത്രത്തിനകത്ത് വന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായി. ഉം. കാരണം ഈ 18 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതെ പോയി. അത് ഹിന്ദുവിനകത്ത് അത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇട്ടിരുന്ന സാധനമാണ്. ഞാനത് വായിച്ചത് ഹിന്ദുവിന് വന്നതാണ്. ഉം. അപ്പൊ ഇത് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സുപ്രീം കോടതിയിൽ പോയിട്ട് അത് തള്ളിപ്പോയി തെളിവില്ലെന്ന് പറഞ്ഞിട്ട്. അതെ, അതെ, അതെ. അപ്പം അപ്പൊ ഞാൻ അത് മിസ്ഇൻഫർമേഷനാ. അതെ, അതെ, അതെ. അത് സംഭവിക്കാം. ഫാക്ച്വൽ എറർ ആണത്. ആ ഫാക്ച്വൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാകാം. പേരുകൾ മറന്നു പോകാം. ഉം. ഞാൻ ഏറ്റവും കൂടുതൽ തമാശയായിട്ട് പറഞ്ഞാൽ സ്ത്രീകള് സയന്റിഫിക് ആയിട്ടുള്ള ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഉം. അവർക്ക് ഒരിക്കലും ഒരു നോബൽ പ്രൈസ് പോലും കിട്ടാതെ പോകുന്ന സ്ഥലമുണ്ട്. ആകെപ്പാടെ കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഉം. എന്നിട്ട് ഈ സ്ത്രീകളുടെ ഈ വിഷയം അറിയാതെ തന്നെ മേരി മക്കൻഡേഷ് അവരെ അങ്ങനെയുള്ള കുറേ പേരുടെ റോസലിൻഡ് ഉം. ഇവരുടെ പേരൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ. അപ്പൊ തന്നെ പോലെ ഒരാൾ എന്നോട് ചോദിച്ചു. എനിക്ക് ഓർമ്മ വന്നത് മേരി ക്യൂറിന്ന്. എന്നിട്ട് ഞാൻ മേരി ക്യൂറിക്ക് കിട്ടിയില്ലെന്ന്. മേരി ക്യൂറിക്ക് ലോകത്ത് ആർക്കെങ്കിലും 2 തവണ 2 വിഷയത്തിനകത്ത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ സ്ത്രീക്കാണ്. അതെ, അതെ, അതെ. അതാണ് ഞാൻ ഓർത്ത് പറഞ്ഞു. ഇങ്ങനെയുള്ള ഫാക്ച്വൽ എറർ വരും. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലേ? ഏ? അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലേ? അത് അബദ്ധമല്ലേ? ആ. അതിനെന്താ അത്ര വലിയ സംശയം? അത് എന്താണ് എന്റെ ഓർമ്മ പെശക് എന്ന് പറയുന്ന സാധനമൊന്നും അല്ലടോ അറിവ്. ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി ഇയാൾക്ക് പറയുമ്പോൾ ഇയാൾക്ക് നാക്ക് തിരിയാം, തെറ്റാം. അത് സംഭവിക്കാം എന്ന് വിചാരിച്ചാലും കൊണ്ട് ഇയാളുടെ വഴി ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇല്ല. എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അല്ല, ഈ ലോകത്തുള്ള ആരെങ്കിലും എന്നെ പറഞ്ഞു തോൽപ്പിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒരാളെ പോലും ആലോചിക്കുന്ന പോലും ഇല്ല. മൈത്രൻ 3 കാര്യങ്ങളെ കൂടി അറിയണമെന്നുണ്ട്. ഇപ്പോൾ മൈത്രനോട് എപ്പോഴും സംസാരിക്കുമ്പോൾ മൈത്രൻ്റെ ഭക്ഷണക്രമമൊക്കെ എനിക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഇന്നലെ രാവിലെ വരുമ്പോൾ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് 2 പുഴുങ്ങിയ മുട്ട കഴിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ മലയാളിയുടെ ഭക്ഷണശീലം കുറച്ചുകൂടി സ്റ്റാർച്ച് ഓറിയൻറ്റഡ് ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി കലോറി ഡെൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം മൈത്രനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ചുകൂടി മില്ലറ്റ് ബേസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ കസാരകളൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ പ്രശ്നമാണ്. നിൽക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരം എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നതൊക്കെ. അപ്പോൾ മൈത്രൻ്റെ ഒരു ഭക്ഷണക്രമം എങ്ങനെയാ അതൊന്ന് പറഞ്ഞു തരും? എങ്ങനെയാ ഭക്ഷണത്തെ സമീപിക്കുക? ഇപ്പോഴത്തെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പൊതുവായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആരോടൊപ്പമാണോ അവരോടൊപ്പം ചേർന്ന് ജീവിക്കണം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നിലപാട്. പക്ഷെ അപ്പോഴും ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ. അപ്പോൾ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ നിയമങ്ങൾ തെറ്റിക്കാറുണ്ട്. അല്ല, ഗാന്ധിയുടെ വീട്ടിൽ എന്താണ് ആടിൻ്റെ പാല് തന്നെ കുടിക്കണം എന്ന് വിചാരിച്ചാൽ ആടിനെയും കൊണ്ട് നടക്കുന്ന യുക്തിയൊന്നും ചെയ്യത്തില്ല. കാരണം ആദ്യമായിട്ടുള്ളത് ആരുടെ കൂടാണോ അവരോടൊപ്പം ചേരണം എന്ന് പറയുന്ന ഡിസിപ്ലിനാണുള്ളത്. ഓക്കെ. അവിടുന്ന് ലഭിക്കുന്നത് അവരുടെ വീട്ടിൽ മുട്ടയില്ലെന്ന് വെച്ചോ, അപ്പോൾ ഞാനെന്ത് ചെയ്യും?
അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും പയറുണ്ടാവുമോ ഇതുപോലുള്ള സാധനങ്ങൾ, കടലയോ. ആ. അപ്പം അങ്ങനെ പ്രോട്ടീനാണ് തിന്നേണ്ടതെന്ന് ഓ, അറിയുന്നതുകൊണ്ടാണ് ഓ, ഓ. അത്രേ ഉള്ളൂ ചെയ്യുന്നത്. ആ, ആ. അപ്പം പുട്ടും കടലയും അവരങ്ങ് ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചു. ആ. അപ്പോൾ ഞാൻ പറയും നിങ്ങളൊരു ഒരു പ്ലേറ്റ് കടല കൂടുതൽ തന്നിട്ട് ഒരു കഷ്ണം പുട്ട് തന്നു. ഉം. ഈ ഡിഫറൻസ് ഞാൻ ചെയ്യും. ഉം. അത് ആ ആളിനോട് അവരോട് ചേരേണ്ട കാര്യമുണ്ട്, അവരെ ബുദ്ധിമുട്ടിച്ചുകൂടാ. ഉം, ഉം, കാരണം ആ ആളുകളോട് നമ്മൾ ചേർന്ന് പോകേണ്ടത് ഉം. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ 2 മുട്ടയായിരിക്കും തിന്നുന്നത്. 10-11 മണിയാകുമ്പോഴത്തേന് എന്തെങ്കിലും ഫ്രൂട്ട്സോ സാധനങ്ങളൊക്കെ ആൾക്കാർ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ. അപ്പോൾ ഞാൻ പറയാം ഒരു പഴം തന്നാൽ തിന്നാം, അത്രേ ആവശ്യമുള്ളൂ. ഉച്ചയ്ക്കാണ് ഞാൻ മെനക്കെട്ട് തിന്നുന്നത്. ഉം. ആ ഉച്ചയ്ക്ക് എന്താ മെനക്കെട്ട് കഴിക്കുക? തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫിഷ് കറി മീൽസ് എന്ന് പറയുന്നതായിരിക്കും തിന്നുന്നത്. ഓക്കെ. ഞാനുണ്ട് പ്രോട്ടീൻ ഉണ്ടാവും, ഈ പച്ചക്കറികൾ സാമ്പാറോ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകും. മെഴുക്ക് പുരട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ തോരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാക്കുന്ന അതുപോലുള്ള ഉം. കുറച്ച് കറികൾ, ഈ കറികൾ പ്രധാനമായിട്ട് എടുക്കും. ഉം. അത് ഞാൻ ആദ്യമേ പറയും, എനിക്ക് കറി ഇച്ചിരി കൂടുതൽ തരണേ. അത് വീട്ടുകാരുടെ നേരത്തെ ഉച്ചയ്ക്ക് വയ്ക്കാൻ പോകുന്നതുകൊണ്ട് നേരത്തെ അത് പറയും. അപ്പോൾ അത് കൂടുതൽ, അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്താൽ ഈ പച്ചക്കറികൾ ഒരു പകുതിയിൽ പച്ചക്കറികളായിരിക്കും, ഉം. അടുത്ത പകുതി എന്ന് പറയുന്നതിനകത്തെ കാൽപങ്ക് പ്രോട്ടീൻ ആയിരിക്കും, മീൻ, കാൽപങ്ക് ചോറ്. കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ചോറെന്നുള്ള അർത്ഥമേ ഇല്ല, ആ, ആ, ശരി. അതേത് കാർബോഹൈഡ്രേറ്റ് ആയാലും അവിടെ ഇരുന്നാൽ. അപ്പോൾ അത്രേ അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ആ പ്ലേറ്റാണ് ഞാനൊരു ഒരു മീലായിട്ട് മെനക്കെട്ട് തിന്നുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ കടികളുടെ ലോകമാണ്. ആ. അപ്പോൾ ഒരു വടയൊക്കെ ആൾക്കാരുടെ കൂടെ തിന്നുക എന്ന് പറയുന്നത് ചെയ്യുക. വൈകുന്നേരം ആളുകൾ രാത്രിയിൽ അധികം നേരത്തെ തിന്നാൻ പരമാവധി നോക്കും, ആ. പറയും, ആ. ആൾക്കാരോട് പറയും. അത് ഏതെങ്കിലും പഴവർഗ്ഗങ്ങളിലുള്ള 1-2 പഴങ്ങൾ, പലതരത്തിലുള്ള പഴങ്ങളുണ്ടെങ്കിൽ അത് ആയിരിക്കും ഐഡിയൽ. ഉം. ഒപ്പം നട്ട്സ് ഉണ്ടെങ്കിൽ, ഉം. പലതരത്തിലുള്ള നട്ട്സ് ഉണ്ട്. എനിക്കാണെങ്കിൽ യൂറിക് ആസിഡ് കൂടുന്ന ഒരാളാണ്, അത് കാരണം കൊണ്ട് പറങ്ങേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിലയുള്ള, പക്ഷെ അത് എനിക്ക് നല്ലതല്ല. ഉം. ഇത് അല്ലാത്ത നട്ട്സ് ഏതെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ തിന്നും. ഉം. ഇത്രയാണ് തിന്നുന്നത്. പരമാവധി അധികം തിന്നാതിരിക്കാനായിട്ട്, വയറ് നിറഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. വയറ് നിറഞ്ഞാൽ സ്റ്റോർ ചെയ്യും. ഉം. വയറ് നിറയാതിരിക്കുക എന്ന് പറയുന്നതാണ് ശരീരത്തിനെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പണിയാണ്. ശരീരം എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കിട്ടാത്തപ്പോൾ എടുക്കാൻ വേണ്ടിയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. Yes, yes, yes. ഇപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണമുള്ള നാട്ടിൽ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് വിശന്നിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വിശന്നിരിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഓക്കെ. ഇത് ഈ വായനകളിലൂടെ രൂപപ്പെട്ട ഒരു പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റാണ്. ശാസ്ത്രീയമായിട്ട് ജീവിതത്തിനെ പഠിക്കുകയും പരിണാമപരമായി ശരീരങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള അറിവ് കൊണ്ടാണ് ഞാനതൊക്കെ പറയുന്നത്. ഭക്ഷണം എപ്പോഴും കിട്ടാത്ത ജീവിതമായിരുന്നു ജീവികൾക്കല്ല, അതുകൊണ്ട് വരുന്നത്. അപ്പോൾ ഭക്ഷണം തേടുമ്പം എക്സർസൈസ് വരും. നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് എക്സർസൈസ് ഇല്ലാതായത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടി വരുന്നത്. വ്യായാമം ചെയ്യുന്നുണ്ടോ? കുറച്ച് ഞാൻ വ്യായാമത്തിനെ പറ്റി ധാരാളം എനിക്ക് ശരീരത്തിൻ്റെ എല്ലാ നട്ടും ബോൾട്ടും അറിയാം. പക്ഷെ ഇപ്പോൾ 74ാമത്തെ വയസ്സാണ്. 74ാമത്തെ വയസ്സായത് കാരണം വയസ്സുണ്ടല്ലേ? അപ്പോൾ നട്ടും ബോൾട്ടും എല്ലാം തേഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സർസൈസിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്ന് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കിടന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലെഗ് റൈസസ് അതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു വിധമുള്ള എല്ലാം ഈ കുട്ടികൾ മലന്ന് കിടന്ന് കളിക്കത്തില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ, അത്ര എക്സസൈസ് മതി നമ്മൾ. എത്ര പുഷപ്പ് എടുക്കും? അങ്ങനെ പുഷപ്പ് എടുക്കുന്നില്ല. ഇതുപോലുള്ള എനിക്ക് താഴെയൊക്കെ ചെയ്യാനുള്ള ബലം ഇപ്പം ഇല്ല. അപ്പം ഞാൻ ഭിത്തിക്ക് ചെയ്യും. നമുക്ക് ഇത് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ശരീരം അനങ്ങുകയാണ് ആവശ്യം. ആ ശരീരം അനങ്ങുന്നത് ഏത് അനക്കവും നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, വെറുതെ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതൊരു 50 എണ്ണം ചെയ്താൽ മതി, എക്സർസൈസ് ആവും. നമ്പറാണ് അതിൻ്റെ അകത്തുള്ളത്. ഏത് മൂവ്മെൻറ്റും എക്സർസൈസ് ആവും ഇഫ് യു റിപ്പീറ്റ് ഇറ്റ്. ഇത്രയും പഠിച്ചാൽ മതി. വായന എങ്ങനെ ഇപ്പോൾ? വായന ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങൾ, പ്രിന്റഡ് ബുക്ക് വായിക്കുന്നത് തീരെ ഇല്ലാതായി. കംപ്ലീറ്റ് PDF ആണ് ഇത്. ഇപ്പം മുഴുവൻ ഈ ഫോണിനകത്താണ് വായന, PDF-ഉം. അപ്പം അപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ആർട്ടിക്കിൾസാണ് വായിക്കാറുള്ളത്. ഇപ്പോൾ ഒരാളൊരു പുസ്തകം എഴുതിയ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമേ വരാറുള്ളൂ. കുറച്ച് ഇൻഫർമേഷൻസ് അവരെങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്നുള്ള അറിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇമോഷണലായിട്ടൊക്കെ ഉള്ള നമ്മുടെ സിനിമയൊക്കെ കാണുന്ന കാരണം കൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് ഫുൾഫിൽ ചെയ്തു. പഴയ പോലെ
ഈ വലിയ നോവല് ഞാൻ ഒരുവിധമുള്ള പണ്ട് കാലത്ത് എല്ലാ നോവലും വായിച്ചു പോയ ഒരാളാണ്. അതുകൊണ്ട് അതിനു വേണ്ടി വായിച്ചിട്ടുണ്ട്. ഉം. അതുകൊണ്ട് പുതിയ എഴുത്തുകാരുടെ വായനകൾ സത്യത്തിൽ കുറഞ്ഞു പോയി. ഇപ്പൊ ആരുടെ ആർട്ടിക്കിളൊക്കെ പ്രധാനമായിട്ടും വായിക്കുക? സയന്റിഫിക് ആയിട്ടുള്ള ഇതാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലാതെ ആർട്ടിക്കിൾ, പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ തീരെ വായിക്കാറില്ല. ഓക്കെ പക്ഷെ ഇപ്പോൾ വായിക്കുന്ന മുഴുവനും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പം ഏറ്റവും പുതിയ ഏത് ശാസ്ത്രശാഖയിലും പുതിയതായി കണ്ടുപിടിച്ച സാധനം ആ ഇൻഫർമേഷൻ ആയിരിക്കും നോക്കുന്നത്. അത് നമുക്ക് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് നോക്കും, ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും. അത് മാത്രമേ ഉള്ളൂ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ചന്ത പോലെ സെലക്ട് ചെയ്തെടുക്കും. അതെ 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 അതെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ എല്ലാ സാധനവും ഇവിടെ കിടക്കുന്നുണ്ടാവും. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ടുള്ള അറിവ് വേണം. അത് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ, അത് ഒരു ഒറിജിനൽ സോഴ്സിനാണ്. പക്ഷേ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ സാധനങ്ങൾ മുഴുവനെ ആൾക്കാർ ഇപ്പോൾ സഹിതം വരുന്നതാണ് കൊണ്ട് ഒരു രക്ഷയില്ല. എന്നെ കഴിഞ്ഞ ദിവസം കനി കണ്ടപ്പോൾ പറഞ്ഞ് മൈത്രേയൻ തീരെ ശരിയല്ല, ഈ കാര്യങ്ങൾ അശ്രദ്ധയോടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. സത്യമാണ്. അത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഇൻഫർമേഷൻസ് അതിനുവേണ്ടി ഇൻഫർമേഷൻസ് വരുന്ന കാരണം കൊണ്ട് അത് അത് ഇത് കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് നമ്മൾ പണ്ട് വിചാരിക്കുന്നില്ലായിരുന്നു. പണ്ട് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പത്രത്തിനകത്ത് അങ്ങനെയായിരുന്നു. അവർ എഡിറ്ററൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷെ അത് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അത് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് കാണാൻ, ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഡിസ്ക്രീഷനോടെ കാണാനായിട്ടുള്ള ശ്രദ്ധ നമുക്ക് നല്ലോണം വേണം. പലതും ഷെയർ ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒരു 100 എണ്ണം ഷെയർ ചെയ്യണം തോന്നിയാലും ചെയ്യത്തില്ല. കാരണം ഈ വിമർശനം ഒരു 4-5 എണ്ണമെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഷെയർ ചെയ്ത ഈ ആളെ ഇനിയും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, കാരണം നമ്മുടെ മണ്ടയിലൊരു ആയുധം കിട്ടുന്നതാണ്. മിസ്ഇൻഫർമേഷൻ ഉണ്ടായിട്ടിരിക്കുന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഷെയർ ചെയ്യാൻ പറ്റാത്തടത്തായിട്ടുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്രത്തോളം ഒറിജിനലായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്കൊരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ അവരുടെ റീലുകൾ തന്നെ നമുക്ക് തരാൻ തുടങ്ങി നമ്മുടെ അൽഗോരിതം. അത് വരുമ്പം അതിനകത്ത് കള്ളം വരുന്നത് തിരിച്ചറിയാനായിട്ട് ഒക്കാത്തത്രയും ഇതായി മാറിപ്പോയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ യഥാർത്ഥത്തിലുള്ളതാണെന്ന് അറിയാനായിട്ട് ഒരു മെക്കാനിസം നിർത്തില്ല. ഇപ്പൊ എന്താണ് ഫേക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കഥ പറയുന്നുണ്ട്. അത് തന്നെ കള്ളം അവരുണ്ടാക്കുവാണെങ്കിൽ നമ്മളെങ്ങനെ അറിയും? ഒറിജിനലായ ഒരു സാധനം ഫേക്ക് ആണെന്ന് സർട്ടിഫിക്കറ്റ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? വലിയ പാടാണ് അതിപ്പോൾ. കാരണം ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു രാജ്യത്തെ ഗവൺമെൻറ് ഇതിനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഫേക്കായിട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ തിരിച്ചറിയാനൊക്കെ മെക്കാനിസം? ഇത് ആശ്രയിക്കാതെ നമുക്ക് പറ്റത്തില്ല. ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. സുപ്രീം കോടതിയിൽ നിന്ന് വിധിച്ചാൽ ഞാൻ ഇനി എടുക്കത്തില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. കാരണം അത്രയും പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ആ രാമജന്മഭൂമി വിധി മാത്രം എടുത്താൽ മതി. ജീവിതകാലത്ത് പിന്നെ നമ്മൾ ഒരു കാലത്തും സുപ്രീം കോടതി എന്ന് പറയുന്നതിന് എന്തെങ്കിലും സാങ്ക്ടിറ്റി ഉണ്ട്, അതിനെ വിശ്വസിക്കുക എന്ന് എടുക്കാനേ പറ്റത്തില്ല. ഒരു ജഡ്ജിയെ ഞാൻ ഇന്ന് വിശ്വസിക്കത്തില്ല. അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ യഥാർത്ഥ പ്രശ്നമാണ്, മനുഷ്യരുടെ പ്രശ്നമാണ്, മനുഷ്യ പ്രശ്നമാണ്. ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കനിയായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെ? ഇപ്പൊ കനിയുടെ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ വേൾഡ് വൈഡില് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പടങ്ങൾ വേറൊരാളായി, വേറൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവളെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ വല്ലപ്പോഴും അവൾ വിളിക്കും, അപ്പോൾ അവൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ കനിയുടെ സിനിമകൾ കാണുന്നുണ്ടോ? ഓൾ വി ഇമാജിൻ ലൈറ്റും ഗേൾസ് വിൽ ബി ഗേൾസ്. അത് 3 എണ്ണവും കണ്ട്. അസീം കണ്ട്. അമേരിക്കയിൽ തന്നെ അവിടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അവളിപ്പോൾ ഈ ജൂറിയൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ലൊക്കാർണ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഇപ്പോൾ. അപ്പോൾ അവൾ നമ്മളെ ഇപ്പം അറിവിൽ അവൾ നമ്മളെക്കാളും മെച്ചപ്പെട്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ഈയിടയ്ക്ക് അവൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ അവളിന്ന് കേൾക്കാനേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാകുന്നിടത്താണ്. കാരണം അവൾ ഈ അങ്ങനെ ഒരു ഇമേജിന് പോലും അല്ലെങ്കിൽ സക്സസ് ആയ ഒരാളായിട്ടൊന്നും എല്ലാം ഉണ്ടെന്ന്. ഈ കനി വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങുകളിൽ പോലും പൊളിറ്റിക്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ബാഗിനകത്ത് പാലസ്തീൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്നു,
അപ്പം അങ്ങനെ മൊത്തത്തിൽ പൊളിറ്റിക്കൽ ആവുന്ന ഒരാളുണ്ടാവുക. അത് അത് ഞാൻ വളർത്തിയെടുത്തതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന അങ്ങനെ ഒരു യാതൊരു അഭിമാനം ഉണ്ടോ? തരത്തിലും അല്ല. അങ്ങനെ ഒരു അഭിമാനം ഇല്ല. ഞാൻ അവളെ വളർത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വേറെ കാര്യങ്ങളിലായിരുന്നു. ഉം. ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഥലത്തും അവള് വന്നിട്ടില്ല. ഉം. അത് അവള് കണ്ടെത്തിയ അവളുടെ സ്വയം സുഹൃത്തുക്കൾ. രൂപപ്പെട്ടതാണ്. ആ. അതാണ് എനിക്കറിഞ്ഞൂടാത്ത കാര്യമായിരുന്നു ഈ വാട്ടർ മെലൺ എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞൂടായിരുന്നു. ഓ, പരസ്യം ഉദ്ദേശിക്കുന്നതെന്ന് അറിയണ്ടായിരുന്നില്ല. എനിക്കറിഞ്ഞൂടാ. ആ, 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 ആ. അവള് കാണിക്കുമ്പോഴും എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും പോയി നോക്കിയത്. അത് ശരി, വാട്ടർ മെലൺ എന്ന് പറയുന്നത് പരസ്യക്കാരുടേതാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാനായിട്ട് ബന്ധപ്പെട്ടേ അല്ല. ഇന്ന് അവള് ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് സാധനവും ഞാനുമായിട്ട് ഒരു ബന്ധവും. ഞാൻ ഉണ്ടാക്കിയ കുട്ടി വേറെ കാര്യങ്ങളിലൊക്കെ വാല്യൂ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ ആ. ഏരിയകളുണ്ട്. അല്ലാതെ ഇപ്പൊ അവള് പറയുന്ന കാര്യങ്ങളോ അവളുടെ നിലപാടുകളോ ഒന്നും തന്നെയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ജയശ്രീയായിട്ടും ബന്ധം ഉണ്ടാകുന്നില്ല. ഉം. അത് അവളുടെ സ്വന്തം ലോകമാണ്. സ്വന്തം സുഹൃത്തുക്കളായിട്ട് അവള് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ് ആനന്ദ് ഗാന്ധി. ഉം. അവരുടെയൊക്കെ പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ അവള് കണ്ടപ്പോൾ പറഞ്ഞു, മൈത്രേയനെ എന്നെ അങ്ങനെ അറിയാമെന്ന് തോന്നുന്നില്ല എന്ന് ഒരു വരി അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് എൻ്റെ പേര് കേസൊക്കെ ഉണ്ട്, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യമാ. എനിക്കറിഞ്ഞൂടായിരുന്നു അവള് പോയിട്ട് ഒരു ജാമ്യം എടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അത് അവൾ എന്നോട് പറയുന്നുമില്ല. കാരണം അവൾ എന്തോ ഒരു എണ്ണത്തിനകത്ത് ഒപ്പിട്ടത് ഉണ്ടായ കേസാണ്. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റിയൊന്നും. ഞാനിപ്പോ മറ്റുള്ളവർ കാണുന്ന പോലെ മറ്റൊരു ഈ നാട്ടിലുള്ള ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ നമ്മൾ വേറെ ആകാശത്തിനെ പറ്റിയും ഭൂമിയെ പറ്റിയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ കൊച്ചു അവളുടെ കൂട്ടുകാരെ പറ്റിയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അഭിനയിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻ വളരെ കുറവാണ്. മൈത്രൻ ഇപ്പൊ മൈത്രന് ഭയങ്കര ഒരു മാസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഒരുപാട് വർഷം മുമ്പാണ് മൈത്രനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ഒരു മാനസിക തലം കൂടി അറിയാൻ വേണ്ടി. അതായത് കരിക്കുസയുടെ ഒരു ഫോട്ടോഷൂട്ട് വരുന്നു. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൈത്രേയൻ കമന്റ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യുന്നത് മൈത്രേയൻ പറയുന്നു ഇതെന്റെ മകള് തന്നെയാണ് എന്ന് പറയുന്നു. അത് ഭയങ്കര ഒരു തഗ് ലൈഫ് അല്ലെങ്കിൽ മാസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ആളുകൾ അന്ന് അതിനെ കണക്കാക്കിയിരുന്നത്. ആ ഒരു തലത്തിലേക്ക്, അതായത് മകളുടെ ശരീര സൗന്ദര്യം തന്നെയാണ്, അതങ്ങനെ ആസ്വദിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അവര് പൂർണ്ണമായ നഗ്നിയായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അതൊരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഇതിനെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മുടെ ബുദ്ധിപരമായിട്ട് അതിനെ ചിന്തിക്കാനും മകളെ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് മനസ്സിലാക്കാനും അതിന് നമ്മൾ എങ്ങനെയാ പക്വത ആർജിക്കുക? ഇയാള് ഡോക്ടറായിട്ടിരിക്കുന്ന ഒരാള് ഗർഭം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ ആയത്. ആ. ഒരു നഴ്സ് നമ്മളെ പരിചരിക്കണ്ടേ? ഉം. നമ്മളിപ്പോൾ അമ്മയും അച്ഛന്മാരെയൊക്കെ എങ്ങനെയാണ് പരിചരിക്കുന്നത്? യെസ്. എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ഞാനാണ് അവരുടെ മലമൊക്കെ എടുക്കുകയും അവരുടെ ആസനം എല്ലാം വൃത്തിയാക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ യോനി ഇല്ലേ എന്നൊക്കെ ആലോചിക്കുമോ? ഉം. ഇതൊക്കെ നമ്മളെല്ലാവരും ദിവസവും നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ ഇതെല്ലാം. അപ്പോഴെല്ലാം ലൈംഗികമായിട്ടാണോ നമ്മളതെല്ലാം കാണുന്നത്? അപ്പൊ ഈ ആമക്കളെയും പെൺമക്കളെയും വളർത്തുന്ന അമ്മമാരൊക്കെ എങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുന്നത്? ഇതെന്തോ ഈ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത് നഴ്സുമാരൊക്കെ എന്തോ ചെയ്യുവോടോ ഇയാൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ? നമ്മള് അമ്മയും അച്ഛനെയും പരിചരിക്കേണ്ടവരല്ലേ? പരിചരിക്കുന്നവരെല്ലാവരും എന്താ ചെയ്യുന്നേ? അപ്പൊ അവര് ലൈംഗികമായിട്ടാണോ അതൊക്കെ കാണുന്നത്? അല്ല. ഇത്ര ലളിതമല്ലേ? നമ്മൾ നമ്മൾ ലൈംഗികമായ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് ആ ചോദനകളെല്ലാം ഉണ്ടാകുന്നത്. എന്താണ് അച്ഛന്മാര് മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാരുണ്ടായിട്ടില്ലേ? അതില്ലെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ബാക്കി ഈ ഡോക്ടറൊക്കെ ആയിരുന്ന അവര് ഈ എന്താണ് മുലയെടുത്ത് ഈ ഇത് ഓപ്പറേറ്റ് ചെയ്യണ്ടേ? ക്യാൻസർ വരാതെ നോക്കണ്ടേ? വേണം. ഗർഭപാത്രത്തിനകത്ത് ക്യാൻസർ വരാതിരിക്കുന്ന വിരലിട്ട് നോക്കണ്ടേ? കുഞ്ഞ് പ്രസവിപ്പിക്കണ്ടേ? ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇതൊന്നും ആളുകൾ എന്തുവാ ഈ പറയുന്നേ? ഒരാൾ ഡോക്ടറാകാൻ പറ്റത്തേ ഇല്ല ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ. ശരി. ഞാൻ പറഞ്ഞത് ശരിയാന്നല്ല കേട്ടോ ഞാൻ അല്ലല്ല, ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല. നമ്മൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ. ഇതൊക്കെ എങ്ങനെ ചെയ്യും? ആരെങ്കിലും ഹോം നേഴ്സ് ആകാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാവരും ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴും നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ മകളുടെ ശരീരം കണ്ട് ലൈംഗികമായ ആ. ഉത്തേജനം ഉണ്ടായി. അങ്ങനെ മക്കളെ എങ്ങനെ വളർത്തും നമ്മള്? ചൈൽഡ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുട്ടികളെ എങ്ങനെ വളർത്തും? പറ.
ഞാൻ എൻ്റെ മകളെ വളർത്തിയ ആളാ. എങ്ങനെ വളർത്തും? ഇതിങ്ങനെ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് എന്തോ ഭയങ്കര ഒരു സംഭവമാണ് ഈ ശരീരം എന്ന് വരുത്തുന്ന നിലവാരത്തിൽ പൊതിഞ്ഞ് അകറ്റി വളർത്തി കൊണ്ടുവന്ന ഒരു പ്രാകൃത സമൂഹത്തിനകത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനൊക്കെ ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നത്. ഉം. ഏത് ഹൗസ് സർജൻ ആയിട്ടിരിക്കുന്നവന് ഒരേ സമയത്ത് തന്നെ ഇത് ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ പരിശോധിക്കുകയാണെന്ന് അറിയാതിരിക്കുന്നുണ്ടോ? ഇല്ല. അത് അറിയുമ്പോൾ തന്നെ ലൈംഗികമായി മുഴുവൻ സമയം ഉത്തേജനം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? അവരെല്ലാവരും ഈ ഡോക്ടർമാരാകുന്നത് എങ്ങനെ പറ്റും? അപ്പൊ അവർക്കെല്ലാം നിർമ്മമമായി ചെയ്യാം. നമുക്ക് ആർക്കും പറ്റത്തില്ല. അങ്ങനുണ്ടോ? ഇത് നമ്മൾ പരിചരിക്കുന്ന മനുഷ്യരല്ലേ? ഇവിടെ ഉള്ളവരെല്ലാവരും നമ്മൾ അമ്മയും അച്ഛനെയും പരിചരിക്കണം. എങ്ങനെ പരിചരിക്കും? ഇവര് പറയുന്നത് ശരിയാണെങ്കി? അങ്ങനെയല്ല അതൊക്കെ മനസ്സിലാക്കേണ്ടത്. അപരിചിതമായിരിക്കുന്ന, അന്യരായി കാണുന്ന, അന്യരെ വസ്തുക്കളായി കാണുന്ന, ഭോഗവസ്തുക്കളായി കാണുന്ന മനുഷ്യരുടെ ബോധത്തിനകത്തുനിന്ന് ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഉം. അല്ലാതല്ല. അല്ല ഇത് ചെയ്യുന്നത് ഈ നാട്ടിനകത്ത് ഒരു 60% മനുഷ്യരും സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിതെല്ലാം. നേരത്തെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, ഈ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ജെൻഡർ ന്യൂട്രൽ ആയിട്ട് എല്ലാ ജെൻഡറിനെയും ഇൻക്ലൂസീവ് ആയിട്ട് ഞാൻ ചിന്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പാൻസെക്ഷൽ ആയിട്ട് ഞാൻ ആലോചിക്കണമെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്? അതിനെ ഞാൻ ഒരു പരുവപ്പെടുത്തേണ്ടത് എങ്ങനെ? മനുഷ്യരായിട്ട് ആദ്യം കാണാനായിട്ട് നമുക്കറിയാം ലൈംഗികമായി ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഇണകളായിരിക്കുന്നവരെ മുഴുവൻ സമയം ലൈംഗിക വസ്തുവായിട്ടല്ല കാണുന്നേ. ഉം. നമ്മൾ ഒരുക്കത്തില്ലേ? ഉം. അല്ലാത്ത സമയത്ത് ഇയാൾ പെരുമാറുമ്പോൾ ഇയാൾക്ക് ഒരു ഒരു രാഷ്ട്രീയ സംസാരിക്കാൻ പറ്റാതായി പോകത്തില്ലേ? അതെ, അതെ, അതെ. അങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് എന്തുകൊണ്ടാ? ഇത്രയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാ. ഒന്നിച്ച് വളരുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗികമായ ചോദന തോന്നുന്ന ചില നിമിഷങ്ങളിലാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. ഉം, ഉം. അല്ലാത്ത സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ലേ നമുക്ക്? അങ്ങനെ നമ്മൾ സമീപിക്കാൻ അനുവദിക്കാതാക്കുമ്പോഴാണ് ഇല്ലാത്തത് മുഴുവൻ കാണുന്നത്. ഉം. അപ്പോഴാണ് ഇമാജിനേഷൻ മാത്രമായി തീരുന്നത്. Yes, yes. അതുകൊണ്ട് ഇത്രയും നിയന്ത്രണങ്ങളുടെ ഇങ്ങനെയല്ല. നമ്മുടെ സ്വയം നിയന്ത്രണത്തിന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുക എന്ന വഴിയാണ് സെക്ഷൽ വയലൻസും സെക്ഷൽ ഫാന്റസീസും കുറയ്ക്കുന്നത്. ഒരു 20% മനുഷ്യര് ലോകത്ത് കുറ്റം ചെയ്യുന്നവരായിട്ട് പോവും. ഉം. അത് കണ്ണ് കാണാതെ ജനിക്കുന്നത് പോലെ തന്നെ വരുന്നതാണ്. ഉം. അത്തരത്തിലുള്ള കുറച്ച് മനുഷ്യരുണ്ടാകും. സൈക്കോപത്തുകൾ നമ്മൾ വിളിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടാകും. അവരെ മനസ്സിലാക്കി കണ്ടെയ്ൻ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി മുഴുവൻ ആൾക്കാർക്കും നമുക്ക് ഈ പരിശീലനം കൊടുത്താൽ നിയന്ത്രണത്തോടെ എല്ലാവരോടും മര്യാദയ്ക്ക് പെരുമാറുന്ന മനുഷ്യരെ ഉണ്ടാക്കാൻ പറ്റും. 80% പേർക്ക് വേണ്ടി നിയമം വേണ്ടി വരത്തില്ല. പരിശീലിപ്പിച്ചാൽ മാത്രം മതി. 20% മാത്രമാണ് നിയമം വേണ്ടി വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ റോഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി. 80% പേരും നിയമം പാലിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കാത്തതുകൊണ്ട് മാത്രമാണ്. പഠിപ്പിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നമ്മളെല്ലാവരും വീടിൻ്റെ മൂലയ്ക്ക് തുപ്പാത്തതെന്താ? ചെയ്യാതെ പരിശീലിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും മൂത്രം ഒഴിച്ച് തുടങ്ങുന്നവരല്ലേ? അവരെ പരിശീലിപ്പിക്കുമ്പോഴല്ലേ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന വഴിയല്ലേ പോട്ടി ഉപയോഗിക്കാൻ പഠിക്കുന്നതൊക്കെ. ഇതെല്ലാം അങ്ങനെയാണ്. അങ്ങനെ പരിശീലിപ്പിക്കുന്ന പോലെ തന്നെയാണ് ലൈംഗികതയും. അല്ലാതെ ഇങ്ങനെ ഇത്രയും അന്യപ്പെടുത്തി മനുഷ്യരെ ആക്കരുത്. ആക്കിയാലാണ് ഇല്ലാത്തതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം കണ്ടിട്ടില്ലാത്ത, പുരുഷന്റെ ശരീരം കണ്ടിട്ടില്ലാത്ത ആണും പെണ്ണും ഉണ്ടാക്കിയിട്ട് അവരെ ഒരു ദിവസം കല്യാണം കഴിപ്പിച്ചാൽ അവരുണ്ടാക്കുന്ന ആദ്യത്തെ നൈറ്റ് തൊട്ട് സംഘർഷമാണ്. ഇതാണ് ഉണ്ടാകുന്നത്. ബലാത്സംഗങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ആണ് ഇന്ന് ഈ നാട് മുഴുവനുള്ളത്. ഇഷ്ടത്തോടെ ചെയ്യുന്ന മനുഷ്യരില്ലാതായി പോയിരിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. നമ്മൾ ഈ വിഷയത്തിനകത്ത് സമീപിച്ച രീതി. അപ്പോൾ താൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പുറത്ത് മനുഷ്യരായിട്ട് മനുഷ്യരെ കാണാൻ തുടങ്ങി. മനുഷ്യനെന്നുള്ളതിനകത്ത് വ്യത്യാസമുണ്ട്. എന്നെപ്പോലല്ല അതൊരു സ്ത്രീയാണ്. ഞാനൊരു പുരുഷനാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി കാര്യം പറയാൻ നമുക്ക് പറ്റാതെ നമ്മൾ മാറി നോക്കിപ്പോവും. അത് തെറ്റൊന്നുമല്ല. ലൈംഗികമായി ഇവർ വളർന്നിട്ടുണ്ടോ എന്ന് പുരുഷന് നോക്കുന്നത് കൊണ്ട് കണ്ടുപോകും പുരുഷൻ. അതുകൊണ്ടാണ് ക്ലീവേജ് ഒക്കെ ഉള്ളത്. അതൊക്കെ കാണുന്നത്. നഗ്നമായ മാറിടമാണെങ്കിൽ ക്ലീവേജ് എന്ന് പറയുന്നത് ചർച്ചയില്ല. പിന്നെ അത് കാണത്തില്ല.
ഇപ്പം മറച്ചു വെക്കുന്നത് കൊണ്ടാണ്, ആകർഷിക്കാൻ വേണ്ടി വെക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും, മാറി നോക്കി സംസാരിക്കരുതെന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ നല്ല പാടുപെടേണ്ടി വരും പുരുഷന്. കാര്യം എന്നെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്തൊരു നോക്കരുതെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ അതൊക്കെ പാഠമാണ്. നമ്മളെല്ലാം കടന്നു പോകും. നമ്മൾ നോക്കാതിരിക്കും. അങ്ങനെ പരിശീലിച്ചാൽ തന്നെ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം അപ്പുറത്തിരിക്കുന്നത് നമ്മളെ പോലൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ ആദ്യം വ്യക്തിയായിട്ട് കാണുകയും അതിനുശേഷമുള്ള ഈ വ്യത്യാസങ്ങളെ അംഗീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ നമ്മൾ പെരുമാറുമെന്ന് പഠിപ്പിച്ചാൽ മതി. ഒരു പ്രശ്നവുമില്ല. താൻ അങ്ങനെ പെരുമാറാനായിട്ട് ഒരു പാടുമില്ലാത്ത ആളാണ്. നമ്മൾ അഗ്രസീവായിട്ട് പെരുമാറുന്നത് ലഭിക്കാത്തപ്പോഴാണ്. ആക്രാന്തമുള്ളവരായിട്ട് മാറ്റരുത് ആളുകളെ. കണ്ടും കേട്ടും തൊട്ടും വളരേണ്ടതാണ്. അങ്ങനെയാണ് വേണ്ടത്. നേരത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ പറ്റിയെന്ന് അറിയുന്നു. ഇനിയൊരു അവസരത്തിൽ കണ്ടുമുട്ടാൻ പറ്റട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. ശരി, നമസ്കാരം.